നമസ്കാരം. മലയാളിയെ കൊള്ളയടിച്ച് മതിയാകാതെ പിണറായി സർക്കാർ ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കാനാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ വിലവർധനവ് കാരണം നിത്യചിലവിന് കിടന്ന് നെട്ടോട്ടം ഓടുകയാണ് ജനങ്ങൾ. അതിൻ്റെ ഇടയിലാണ് കൂനിന്മേൽ കുരുവായി വെള്ളത്തിനും വൈദ്യുതിക്കും നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. പിണറായി ഭരണം കാഴ്ചവെക്കുന്നത് അഴിമതിയും ധൂർത്തുമാണ്. അതോടൊപ്പം ഉന്നത സ്ഥാനങ്ങളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാനുള്ള വെപ്രാളവും. പിന്നെ കള്ളത്തരത്തിലും അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്രൂപ്പും. ഇനി ഏതെങ്കിലും വിധത്തിൽ ഭരണകൂടം കാണിക്കുന്ന അഴിമതികൾ പുറത്തു വന്നാൽ അന്വേഷണം എന്ന മേമ്പൊടി വിതറി അതിനെയൊക്കെ അങ്ങ് പാച്ചപ്പ് ചെയ്യും. ഈ സമയത്തും നീതി തേടി ആശമാർ നടത്തുന്ന സമരം കണ്ടില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. എന്തായാലും ഏപ്രിൽ 1 വൈദ്യുതി നിരക്കും വെള്ളക്കരം കൂട്ടുകയാണ് സർക്കാർ. ഇതല്ലാതെ മറ്റെന്ത് വിഷു സ്പെഷ്യലാണ് കേരളീയർക്ക് കൊടുക്കാൻ കഴിയുക? വൈദ്യുതി നിരക്ക് യൂണിറ്റ് 12 പൈസയും വെള്ളക്കരം 5% വർദ്ധിക്കുക. സർചാർജ് ആയി 7 പൈസയും കൂടി വരുന്നതോടെ ഫലത്തിൽ വൈദ്യുതി നിരക്ക് വർധനവ് യൂണിറ്റിന് 19 പൈസയായി ഉയരും. വെള്ളക്കരം പ്രതിമാസം 3.5 രൂപ മുതൽ 60 രൂപ വരെ കൂടാം. ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണ് യൂണിറ്റിന് 12 പൈസ. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 12 പൈസയും ഫിക്സഡ് നിരക്ക് പ്രതിമാസം 10 രൂപയുമാണ് കൂടുന്നത്. ഇതിനു പുറമെയാണ് യൂണിറ്റിന് 7 പൈസയുടെ സർചാർജ് കൂടി വരുന്നത്. പ്രതിമാസം 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ 32 രൂപയാണ് കൂടുക. ഇന്ധന സർചാർജ് കൂട്ടിയാൽ 39 രൂപയാകും. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റിനു മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടത്. 25 പൈസയാണ് വർധനവ്. നിരക്ക് വർധനവിലൂടെ 357.28 കോടിയുടെ അധിക വരുമാനമാണ് KSEB ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമാണ് വെള്ളക്കരത്തിൽ 5% വർധനവ് വരുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് വിവരം. അതിനാൽ നിരക്ക് വർദ്ധിക്കുമെന്ന ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.